വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത ചൂട് അനുഭവപ്പെടാൻ സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. കേരളത്തിലെ മിക്ക ജില്ലകളിലും ഇപ്പോൾ പതിവിലും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ കണക്കുകൾ പറയുന്നത്. മാർച്ച് മുതലാണ് വേനൽ ആരംഭിക്കുന്നതെങ്കിലും ഇക്കൊല്ലം ഫെബ്രുവരി ആദ്യം മുതൽ തന്നെ കനത്ത ചൂടാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം സീസണിലെ ഏറ്റവും ഉയർന്ന ചൂട് കണ്ണൂരിൽ രേഖപ്പെടുത്തി 37.7 ഡിഗ്രി സെൽഷ്യസ്. മിക്ക ജില്ലകളിലും 30 ഡിഗ്രിക്ക് മുകളിലാണ് പകൽ സമയത്തെ ശരാശരി താപനില. തിങ്കളാഴ്ച കോഴിക്കോട് സിറ്റിയിൽ ഉയർന്ന താപനിലയിൽ സാധാരണയിലും 3 ഡിഗ്രി സെൽഷ്യസ് കൂടുതലും കോട്ടയം, ആലപ്പുഴ, കണ്ണൂർ സ്റ്റേഷനുകളിൽ 2 ഡിഗ്രി സെൽഷ്യസ് കൂടുതലും ഉയർന്ന താപനില രേഖപ്പെടുത്തി. പുനലൂർ, പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളും ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തുന്നത്. എൽനിനോ പ്രതിഭാസമാണ് ഇത്തവണത്തെ ചൂട് വർദ്ധിക്കാൻ കാരണമെന്നാണ് നിഗമനം. പസഫിക് സമുദ്രോപരിതലം ചൂടുപിടിക്കുന്ന പ്രതിഭാസമാണ് എൽനിനോ. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിൽ നിന്ന് ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് മാറിയതിന്റെയോ എൽനിനോ പ്രതിഭാസമാണ് ഇത്തവണത്തെ ചൂട് വർദ്ധിക്കാൻ കാരണം. സമുദ്രോപരിതലം ചൂടുപിടിക്കുന്ന പ്രതിഭാസമാണിത്. ജനുവരി ആദ്യ മാസത്തിൽ അനുഭവപ്പെട്ട തണുപ്പിന് ശേഷം ഫെബ്രുവരി എത്തിയപ്പോഴേക്കും വളരെ പെട്ടെന്നാണ് ചൂട് കൂടിയത്. ഇത് ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. വേനൽ മഴയിലെ കുറവും ചൂട് കൂടാനിടയാക്കി. അടുത്ത 2 മാസവും ചൂട് ഇനിയും കൂടാനാണ് സാധ്യത. കുറഞ്ഞ താപനില 25 ഡിഗ്രിക്ക് മുകളിലേക്ക് പോകുന്നതും കൂടിയ താപനില 38 ഡിഗ്രിയിലെത്താനും സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് പുറത്ത് ജോലിയെടുക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.